അത്തന്തനത്തിൽ തൃശ്ശൂരിലൊരു ഭീമൻ പൂക്കളം. സ്വരാജ് റൗണ്ടിൽ തെക്കേ ഗോപുര നടയിലാണ് പൂക്കളം ഒരുക്കിയത്. അത്തം എത്തിയതോടെ എല്ലായിടത്തും ഓണം വൈബാണ്. തൃശ്ശൂരിലെ തെക്കേ ഗോപുര നടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ വലിയൊരു ഭീമൻ പൂക്കളം തന്നെ ഒരുക്കിയിരിക്കുന്നത് കാണാം. തൃശ്ശൂരിൽ എല്ലാ വർഷവും അത്തനാളിൽ ഇത്തരത്തിലുള്ളൊരു ഭീമൻ പൂക്കളം ഒരുക്കാറുണ്ട്. ഇത്തവണ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായാണ് ഭീമൻ പൂക്കളം ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 61 അടി നീളത്തിലുള്ള പൂക്കളം, 1500-ലധികം കിലോ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിൽ ഇവിടെ പൂക്കളങ്ങൾ ഒരുക്കാറുണ്ട്. ഇത് കാണാനായി നിരവധി പേർ തൃശ്ശൂർ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. തൃശ്ശൂർ നമുക്കറിയാവുന്ന പോലെ സാംസ്കാരിക നഗരമാണ്. ഓണം എത്തിയതോടുകൂടി അതിൻ്റെ ഒരു വൈബ് ഇവിടെ ആകെ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തുന്നു, ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നു. ചേച്ചി, ഓണം എത്തിയോ? എന്താ പറയാനുള്ളത്? പൂക്കളം കാണാൻ എല്ലാ വർഷവും വരാറുണ്ടോ? എങ്ങനെയുണ്ട്? വീട്ടില് പൂക്കളൊക്കെ എങ്ങനെ? വീട്ടിലും സൂപ്പറായിട്ടുണ്ട്. ഇന്ന് ഇട്ട് തുടങ്ങിയോ അതോ ഈ മാസം തുടങ്ങിയ മുതൽ? ചേട്ടാ, എങ്ങനെയുണ്ട് പൂക്കൾ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാ വരും ദിവസങ്ങളിൽ പുലി ഇറങ്ങും, അപ്പോൾ പുലിനെ കാണാം. പുലികളിലേക്ക് കാണാൻ വരാറുണ്ട്. തൃശ്ശൂരാണ്. വരും ദിവസങ്ങളിൽ കുമ്മാട്ടികൾ ഇറങ്ങും. പല ദേശങ്ങളിൽ പല കുമ്മാട്ടികളുണ്ട്. കുമ്മാട്ടികളുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ നാലോണ നാളിൽ ഇവിടെ പുലി ഇറങ്ങും. പുലിക്കളിക്കായി കാത്തിരിക്കാം. ഇത്തവണ 6 ടീമുകളാണ് മത്സരത്തിൽ ഉണ്ടാവുക. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഓരോ പുലി ടീമുകളും നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഭീമൻ പൂക്കളം കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. പലരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്, പലരും വീഡിയോകൾ ചിത്രീകരിക്കുന്നത്, റീൽസ് ചിത്രീകരിക്കുന്നുണ്ട്. അത്രയധികം ഒരു കളർഫുൾ ആണ് ഈ പൂക്കളം എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗിക്കുന്നുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? നല്ല ഓണം. അല്ല, എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ ഇത്തവണത്തെ ഓണത്തിന്? പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഫോട്ടോസ് റീൽസ് ഒക്കെ ആണോ എടുത്ത്? ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തില്ല. ഫേസ്ബുക്കിലിട്ട് ഇട്ടിട്ടില്ല, ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ. ഹാപ്പി ഓണം. എന്തായാലും വലിയ രീതിയിൽ ആളുകൾക്ക് എത്തുന്നുണ്ട്, കുട്ടികളുണ്ട്. മോളെ, ഓണം എത്തിയോ? ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ആണോ? പൂക്കളം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്താ പേരെന്താ? ഇയോന. വെരി ഗുഡ്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ക്രമീകരണം കാണാം, വലിയ പൂക്കളം കാണാം. എന്തായാലും ഓണ വൈബ് എത്തിയിട്ടുണ്ട്. എല്ലാവരും ആവേശത്തിമിർപ്പിലാണ്. വരും ദിവസങ്ങളിൽ പുലികളി കൂടി നടരാജ് പരശുറാമിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തൃശ്ശൂരിലെ തെക്കേ ഗോപുര നടയിൽ ഒരു ഭീമൻ പൂക്കളം എല്ലാ വർഷവും ഉള്ളതാണ്.